ആ ഒരു ആത്മീയ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സുബോധ ജീവിതം മൂന്നാമത്തെ പടി, 11ാമത്തെ പടികളൊക്കെ നമ്മളിതിന് ഏറെ സഹായിക്കും. എല്ലാ പടികളും സഹായിക്കും. പക്ഷെ മൂന്നാമത്തെ പടിയും 11ാമത്തെ പടികളും ഒക്കെ നമ്മളെ ഗുണമേന്മയുള്ള ആത്മീയ ജീവിതത്തിൽ ഏറെ സഹായിക്കുന്ന പടികളാണ് മൂന്നാമത്തെ പടി, 11ാമത്തെ പടി. മൂന്നാമത്തെ പടിയിൽ നമ്മളോട് പറയുന്നു, എൻ്റെ നിശ്ചയങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ജീവിതം ഞാൻ മനസ്സിലാക്കുന്ന തരത്തിലുള്ള എൻ്റെ ദൈവത്തിന്റെ സംരക്ഷണയ്ക്ക് ഞാൻ വിട്ടുകൊടുക്കുക. എൻ്റെയിലല്ല, ഞാൻ വിശ്വസിക്കുന്ന 2ാം പടിയിൽ കണ്ടെത്തിയ എൻ്റെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. എൻ്റെ ജീവിതമായാലും ശരി, എൻ്റെ നിശ്ചയങ്ങളായാലും ശരി, എൻ്റെ ആഗ്രഹങ്ങളായാലും ഒക്കെ ശരി, ഈ 2ാം പടിയിൽ കണ്ടെത്തിയ എന്നേക്കാൾ വലിയ ആ ശക്തിയുടെ തീരുമാനപ്രകാരത്തിന് ഞാൻ അങ്ങോട്ട് വിട്ടുകൊടുക്കുക. അവിടുന്ന് എന്താണോ എന്നോട് പറയുന്നത് അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുക. അതുകൊണ്ട് സുബോധ ജീവിതത്തിന് ദൈവമായിട്ടുള്ള നിരന്തര സംസർഗം വളരെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ കൂടിയും ധ്യാനത്തിൽ കൂടിയും 11ാമത്തെ പടി പറയുന്നു, പ്രാർത്ഥനയിൽ കൂടിയും ധ്യാനത്തിൽ കൂടിയും നാം കണ്ടെത്തി ദർശിക്കുന്ന തരത്തിലുള്ള ദൈവവുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുക. അതോടൊപ്പം തന്നെ നമുക്കായുള്ള ദൈവഹിതം, ഇത് പ്രധാനപ്പെട്ട ഒന്നാണ്. ജീവിതത്തിൽ നമുക്ക് പരാജയങ്ങൾ സംഭവിച്ചിരിക്കുന്നതിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഇവിടെ ഈ 11ാം പടിയിലെ 2ാമത്തെ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ചെയ്തിട്ടില്ല. എനിക്കായുള്ള ദൈവഹിതം എന്താണെന്ന് അറിയാനോ അത് നടത്തിയെടുക്കാനോ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നു. ഞാനൊരു കാര്യം ആലോചിക്കുന്നു, തീരുമാനിക്കുന്നു, ഞാൻ ചെയ്യുന്നു, നടപ്പാക്കുന്നു, നല്ല പൊട്ടി തെറിക്കുന്നു, ഞാൻ പരാജയപ്പെടുന്നു, കുറെ നാൾ ഇറങ്ങിയിരിക്കുന്നു, വീണ്ടും ഞാൻ വേറെ ഏതെങ്കിലും ഒന്ന് ഇറങ്ങിത്തിരിക്കുന്നു, അതും പൊട്ടുന്നു. അങ്ങനെ പൊട്ടി ഇനിയും പൊട്ടാനൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് അവസാനം നമ്മൾ ഈ ഒരു കൂട്ടായ്മയൊക്കെ കണ്ടെത്തിയത്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. ഇനി പൊട്ടി തീരാനൊന്നുമില്ല, എല്ലാം പൊട്ടി തീർന്നു. അങ്ങനെ വന്നപ്പോഴാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഈ അത്ഭുത സംഘടനയെ കണ്ടെത്താനായിട്ട് എനിക്ക് സാധിച്ചത്. അതിനെ കണ്ടെത്തി, ഒന്നുമില്ലായ്മയിൽ നിന്ന് കണ്ടെത്തിയില്ല, വലിയൊരു ബിഗ് സീറോ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ സീറോ ആയിരുന്നു, മൈനസിലേക്ക് അന്ന് പോയിരുന്നില്ല. ഇന്ന് എനിക്ക് കടബാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഞാൻ മദ്യപാനമൊക്കെ സുബോധ ജീവിതത്തിലേക്ക് വരുമ്പോൾ 1 രൂപയുടെ പോലും കടബാധ്യത എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സീറോ ആണെന്ന് പറയാം. ബാധ്യത ഇല്ലായിരുന്നു എന്നുള്ളത്, എൻ്റെ കയ്യിലും ഒന്നും ഇല്ലായിരുന്നു. ഇന്നും മദ്യപിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പൈസ ഉണ്ടാക്കാം, എങ്കിലും ഇന്ന് മദ്യപിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ മദ്യപിക്കാൻ പറ്റുന്നു. അങ്ങനെയുള്ള സാഹചര്യം, ബാധ്യതകളൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് വന്നതിന് ശേഷം എനിക്ക് അങ്ങനെയുള്ള മറ്റു പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല. ഞാൻ ഏത് കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചാലും ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിക്കും, പ്രാർത്ഥിക്കും. ധാരാളം പ്രാർത്ഥിക്കുന്ന ഒരു ആളാണ് ഞാൻ. എൻ്റെ വിശ്വാസം അനുസരിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും, ആലോചന ചോദിക്കും എൻ്റെ ദൈവത്തോട്. എനിക്ക് കിട്ടും ആലോചന. അത് ദൈവം ആലോചന പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഈശ്വരൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഞാനൊരു വിഷയം യെസ് ഓർ നോ എന്നുള്ള നിലയിൽ എൻ്റെ ദൈവത്തോട് ചോദിച്ചാൽ നിരന്തരം, ഒറ്റ പ്രാവശ്യമല്ല, പല ആവർത്തി, പല ദിവസങ്ങൾ, ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ ഈ ആവശ്യമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൽ യെസ് എന്നുള്ള ഇതിലേക്കാണ് എൻ്റെ മനസ്സിനെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ അത് ദൈവഹിതമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുമ്പോട്ട് പൊക്കോളാനാണ് എനിക്ക് കിട്ടുന്ന പെർമിഷൻ. അതല്ല, നോ എന്നുള്ള ഒരു ഇതാണ് എൻ്റെ മനസ്സിൽ ഏറെ പൊങ്ങി വരുന്നതെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കും. പിന്നെ ആ വഴിക്കാൻ പോകത്തില്ല. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്കത് അനുവദിച്ചിട്ടില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. ആ തരത്തിലാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ. അതുകൊണ്ട് ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഭാര്യയുണ്ട്, 3 മക്കളുണ്ട് എനിക്ക്. മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു, 2 പേരക്കുട്ടികളുമുണ്ട്, ജോലിയുണ്ട്. അവർ ജോലി ചെയ്തു, ഭാര്യയും ഭർത്താവും ജോലി ചെയ്തു, 2 പേരക്കുട്ടികളുമാണ്. 2ാമത്തെ മോളും 3ാമത്തെ മോളും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. 2ാമത്തെ മോൾ ഇപ്പോൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ MSc കഴിഞ്ഞു. ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് MSc പൂർത്തിയാക്കിയത്. ഇളയ മോള് നഴ്സിംഗ് 2nd ഇയർ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭാര്യയുമായിട്ട് ജീവിക്കുന്നു. ഒരു ചെറിയൊരു കാർഷിക മേഖലയിലുള്ള ഒരു കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഇന്നും കാർഷിക മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ ഇൻകം സോഴ്സ് ഒക്കെ നിൽക്കുന്നത്. ഈ സർവീസിൽ ഡീഅഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് ഞാൻ പ്രതിഫലം വാങ്ങിക്കൊണ്ടല്ല ഞാൻ ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി പറയുകയല്ല. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്, എൻ്റെ അല്പം സ്ഥലവും അതിനകത്ത് ചില കാർഷിക കൃഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യും. എനിക്ക് തന്നെ ചെയ്യാൻ പാടില്ലാത്തൊക്കെ വരുന്ന കാര്യങ്ങൾ ജോലിക്കാരെ കണക്ക് ഒപ്പം നടത്തി ഒരുമിച്ച് ചേർന്ന് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകും. അതിൽ നിന്നുള്ളൊരു കുടുംബം തുറന്നു പോകാനുള്ളതൊക്കെ അത്യാവശ്യമൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഇറങ്ങുന്ന ആവശ്യമില്ല. എന്നാൽ ലഭ്യമാകുന്ന സമയം ലഹരിയാസക്തി ജീവിതത്തിൽ കൂടി പ്രയാസം അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനായിട്ട് ആണ് സമയം കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമില്ല, എനിക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ.
അതല്ലാതെ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഞാൻ അനുഭവിച്ചതിനേക്കാൾ ഏറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു കുടുംബം അവർ പിടിച്ചു നിൽക്കുന്നു. ഇനി എനിക്ക് പിടിച്ചു നിൽക്കുന്നത് എന്താ ഇത്ര വലിയ ബുദ്ധിമുട്ട്? കാരണം അവരനുഭവിക്കുന്നതിൻ്റെ നാലിലൊന്ന് സംഘർഷങ്ങൾ അല്ലെങ്കിൽ മറ്റു പ്രതികൂല ഘടകങ്ങൾ എന്നെ ബാധിച്ചിട്ടില്ല. എന്നെ അല്പമേ ബാധിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ കണ്ടെത്തുന്ന ഒരു കുടുംബം അതിലേറെയാണ്. അപ്പോൾ അവർക്ക് സ്വഭാവത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല? തന്നെയുമല്ല, ഇങ്ങനെ നല്ലൊരു ജീവിത വഴി ഉണ്ട് എന്ന് എനിക്ക് മുൻപ് അറിയത്തില്ലായിരുന്നു. ഇതിലേക്ക് വന്നതിന് ശേഷം അത് അറിയാനായിട്ട് സാധിച്ചത്. അപ്പൊ അങ്ങനെ അറിയാതെ ഇരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരിലേക്ക് ഏത് സന്ദേശം എത്തിച്ചു കൊടുക്കുക. ആരെയും നിർബന്ധിക്കാറില്ല. എനിക്ക് കിട്ടിയ സുബോധ ജീവിതത്തെക്കുറിച്ചും എനിക്ക് കിട്ടിയ നന്മകളെക്കുറിച്ചും ഒക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ ഇന്ന പോലെ ലഹരി വസ്തുക്കൾ ഉപയോഗത്തിൽ നിന്നൊക്കെ വിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് പുനർക്രമീകരിച്ച് ചിട്ടപ്പെടുത്തിയ ദൈവമായി ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവമായി ചേർന്നുള്ള ജീവിതക്രമത്തിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് ഇന്ന പോലെയുള്ള കാര്യങ്ങൾ കൂടി മുമ്പോട്ട് പോകാൻ സാധ്യമായത്. നിങ്ങൾക്കും അത് ആ രീതിയിൽ പരിശ്രമിച്ചാൽ നിങ്ങൾക്കും ജീവിത വിജയം നേടാൻ സാധിക്കും. അതിനൊരു പരിധി വരെ ഞങ്ങൾക്കൊക്കെ നിങ്ങളെ സഹായിക്കാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടായ്മയിലേക്ക് വരാം. കൂട്ടായ്മയിൽ വന്ന് കാണാം ആരൊക്കെ അവിടെ പങ്കെടുക്കുക. നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല ഇന്ന ആളുകൾ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത് പറഞ്ഞു കൊടുക്കാറില്ല. കൂട്ടായ്മയിലേക്ക് വരാം. ഈ ഡി അഡിക്ഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ചികിത്സാ ക്രമീകരണങ്ങൾ ആവശ്യമുള്ളവരെയാണ് ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് പോകാം. വിവിധ സ്ഥലങ്ങളിൽ വിവിധ തരത്തിലുള്ള ഗവൺമെന്റിന്റെയും പ്രൈവറ്റിന്റെയും അങ്ങനെ ഓരോ ഓർഗനൈസേഷൻ നടത്തുകയൊക്കെ ചെയ്യുന്ന ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട്. ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം. ഒരു 10 ഡി അഡിക്ഷൻ സെന്ററിനെങ്കിലും ഡീറ്റെയിൽ ഓരോ ഞാൻ ഇടപെടുന്ന ഓരോ വിദ്യാസത്തിനും പറഞ്ഞു കൊടുക്കും. 10 എണ്ണത്തിനെ കുറിച്ചെങ്കിലും ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അവരുടെ ചോയ്സാണ് തിരഞ്ഞെടുപ്പിന് ഡി അഡിക്ഷൻ സെന്റർ തിരഞ്ഞെടുക്കുന്നത്. അവിടെ പോയി വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ഫോളോ അപ്പ് കൊടുക്കുന്നു. അവരുടെ വീടുകൾ വിസിറ്റ് ചെയ്യുന്നു. അവരുടെ വീടും ഈ വീടും ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുക. കുടുംബാംഗങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുകയാണ്. ഞാനൊരു വീട് വിസിറ്റ് ചെയ്താൽ അടുത്ത ആഴ്ച അവർ എൻ്റെ വീട് വിസിറ്റ് ചെയ്യും. അങ്ങനെയുള്ള നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അപ്പോൾ വളരെ ആഘോഷപരമായിട്ട് ഇപ്പോഴത്തെ ജീവിതം ഇത്ര സന്തോഷകരമായിട്ട് ആഘോഷപരമായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്നൊന്നും ഓർത്തിരുന്നില്ല. ഇത് നിർത്തി വന്നുകൊണ്ടാണ് ഇപ്പം ഞാൻ 36-ാമത്തെ വയസ്സിലാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം നടത്തുന്നത്. ഇപ്പം എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. ഈ 60-ാം വയസ്സിലും ആരോഗ്യത്തോടെയും ബലത്തോടെയും പരസഹായം കൂടാതെ സഞ്ചരിക്കുവാനും സംസാരിക്കുവാനും ഇടപെടാനും ഒക്കെ സാധ്യമാകുന്നത് ഈ സുബോധ ജീവിതം നിലനിർത്തുന്നുണ്ട്. ഈ സുബോധ ജീവിതത്തിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിനോടാണ്. അത് എത്ര ഉറക്കെ പറഞ്ഞാലും മതിയാവത്തില്ല, എത്ര പ്രാവശ്യം പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം ഞാൻ ഇങ്ങനെയുള്ള ഒരു അത്ഭുത പ്രതിഭാസത്തെ ഇതിനു മുമ്പ് ഒരിടത്തും കണ്ടെത്തിയിട്ടില്ല. ഒത്തിരി സഞ്ചരിച്ചിട്ടുള്ള ആളാണ് ഞാനും. കേരളത്തിനകത്തായാലും കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്തായാലും ഇന്ത്യക്ക് പുറത്ത് വിദേശ യൂറോപ്യൻ കൺട്രീസിലൊന്നും പോയിട്ടില്ല എന്നേ ഉള്ളൂ. അല്ലാത്ത വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുകയും വിവിധ തരത്തിലുള്ള ആളുകളുമായിട്ട് ഇടപെടുകയും പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. പല പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾ ഉൾപ്പെടെയുള്ള ഇടത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ അവിടെ ഒന്നും കണ്ടെത്താൻ സാധിക്കാത്ത വലിയ എന്തോ ഒരു മാസ്മരിക ശക്തി ആൽക്കഹോളിക്സ് അനോണിമസിനകത്ത് ഞാൻ കാണുന്നുണ്ട്. പ്രിയ സഹോദര എന്ന് പറഞ്ഞ് കൈ ചേർത്ത് പിടിക്കുന്ന വേറൊരു കൂട്ടായ്മ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളിവിടെ സെറനിറ്റി പ്രെയർ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ കൈ കോർത്ത് പിടിക്കാറുണ്ട്. ആ കൈ കോർത്ത് പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഊർജം വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. എൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ സഹോദരനോട് പറയാണ്, താങ്കൾ അവിടെ ധൈര്യമായിട്ട് നിന്നോളൂ. ഇടതുഭാഗത്ത് നിങ്ങളെ ഇടതുഭാഗത്ത് ഒരു കൈ തന്ന് സഹായിക്കാൻ ഞാൻ ഇവിടെയുണ്ട്. വലതുഭാഗത്ത് നിൽക്കുന്ന ആളും എന്നോട് പറയുന്നു, ധൈര്യമായിട്ട് അവിടെ നിന്നോളൂ. ഇവിടെ നിന്നുകൊണ്ട് ഒരു കൈ താങ്ങി തരുവാനായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? ഞാൻ എന്തിനു കൂട്ടായ്മ വിട്ടു പോകണം? ആർക്കും ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊടുക്കാനോ വാങ്ങാനോ ഒന്നുമില്ല. മറ്റൊന്നും ഈ സ്നേഹവും സഹകരണവും മാത്രമേ ഉള്ളൂ. ഈ സുബോധ ജീവിതം നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത്. അതിന് സാധ്യമാക്കി തീർത്തു തരുന്ന രണ്ടാംപടിയിൽ കണ്ടെത്തിയ എൻ്റെ ഈശ്വരനോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിനെ എനിക്ക് കാണിച്ചു തന്ന തമ്പുരാനോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് മുന്നമേ കൂട്ടായ്മയിൽ വന്നിട്ടുള്ള ധാരാളം ആളുകൾ, ഞാൻ വന്നതിന് ശേഷം വന്നിട്ടുള്ള ആളുകൾ, ഇവരുടെയൊക്കെ സുബോധ ജീവിതം എന്നെ പിടിച്ചു നിൽക്കുവാനായിട്ട് സഹായിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ഏറ്റവും സീനിയർ ജൂനിയറൊന്നും ഇല്ലാത്തില്ലെങ്കിലും 28 വർഷമായ ഒരാളുണ്ട് ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത്. അദ്ദേഹത്തിൻ്റെ സുബോധ ജീവിതം എന്നെ സുബോധം നിലനിർത്താൻ സഹായിക്കുന്നു. ഇന്നലെ പരിചയപ്പെട്ട് ഇന്നലത്തെ ഒരു ദിവസം സുബോധ ജീവിതം നിലനിർത്തിയിട്ടുള്ള ഒരാളുമായിട്ടുള്ള ബന്ധം എനിക്കുണ്ടെങ്കിൽ എൻ്റെയും ആ ഒരു ദിവസത്തെ സുബോധ ജീവിതത്തിൽ ഞാൻ അദ്ദേഹത്തോടും കടപ്പെട്ടിരിക്കുന്നു.
ആ തരത്തിൽ എയിലെ അംഗങ്ങളെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലൊന്നും പോകാനോ പങ്കെടുക്കാനോ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടങ്ങളിൽ കൂട്ടായ്മയിൽ നിന്നൊക്കെ അകന്നു നിന്നിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും കൂട്ടായ്മയൊക്കെ ഇവിടെ ഉണ്ട്. ആളുകളുടെ എണ്ണമൊക്കെ കുറവാണെന്നേ ഉള്ളൂ. മറ്റു കൂട്ടായ്മകളിലേക്കൊന്നും പഴയ പോലെ യാത്ര തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ അതൊക്കെ ആരംഭിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായിരുന്നാലും ഒരു ആഘോഷപരമായ ജീവിതമാണ് നയിക്കുന്നത്. ഞാനിവിടെ പറയാൻ ശ്രമിച്ച കാര്യം റിലാപ്സിനെ കുറിച്ചാണ്. ആദ്യമേ ഞാൻ 4 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതൊരു പ്രോസസ്സാണ്. രോഗിയുടെ മനസ്സിൽ നിന്ന് ആരംഭിക്കുന്നു, രോഗിയുടെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കുക, അതുകൊണ്ട് തന്നെ തടയാൻ പറ്റുന്നതാണ്. പുനഃപതനത്തിന് റിലാപ്സിന് 3 സ്റ്റേജുകളുണ്ട്. 1 ചിന്താഗതിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്, 2 ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്, 3 ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങുന്ന ലക്ഷണമാണ്. പിന്നീട് പുനഃപതനത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ആളുകളുടെ ലക്ഷണങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരുന്നു. മുൻവിധിയും വ്യവസ്ഥകളും, ഈശ്വരവിശ്വാസം ഇല്ലാത്തവർ, ലഹരി പദാർത്ഥം പൂർണ്ണമായി മാറ്റാത്തവർ, മദ്യം മാത്രം നിർത്തുന്ന ആളുകൾ, എയിൽ ക്രമമായി പോകാത്തവർ, സാഹചര്യങ്ങളെ വിലയിരുത്തുന്നതിൽ പരാജയം സംഭവിക്കുന്നവർ, ഇങ്ങനെയുള്ള സംശയരോഗമുള്ളവർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് റിലാപ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ശ്രദ്ധയോടെ ചുവട് വെച്ചാൽ നമുക്ക് റിലാപ്സ് ഉണ്ടാകാതെ മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. പിന്നീട് ഞാൻ പറയാനായിട്ട് ശ്രമിച്ച കാര്യം റിലാപ്സ് ഒഴിവാക്കാൻ 5 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞ ലക്ഷ്യബോധത്തോടെ ജീവിക്കാനായിട്ടുള്ള പ്രേരക ശക്തി എന്നിൽ പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞത്. അതിന് എന്നെ സഹായിക്കുന്ന എൻ്റെ 2ാം പടിയാണ്. തുടർന്നുള്ള കുറച്ച് കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹവും ഉത്തരവാദിത്തത്തോടെ ജീവിക്കുമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നീട് പറഞ്ഞാണ് ജീവിതശൈലിയിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കുക. ജീവിതശൈലിയിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ 5ാം പടി എന്നെ സഹായിക്കുന്നുണ്ട്. ചില അരുതുകളും എന്നാൽ ഞാൻ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ സൂചിപ്പിച്ചിരുന്നു. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ കുറച്ചെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം വളരെ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് കുടുംബ പ്രാർത്ഥന. അവരവരുടെ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനവും അനുസരിച്ചുള്ള കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ഉണ്ടാകുക, വീട്ടിൽ ഉണ്ടാകുക. വീട് സ്വർഗമായിട്ട് മാറണം. അവിടെ ക്ഷമയുണ്ടാകണം, സഹനമുണ്ടാകണം. സഹനവും ക്ഷമയുമുള്ള ആളുകൾ പാർക്കുന്ന വീട്ടിൽ അനുഗ്രഹിക്കുന്ന തമ്പുരാൻ എഴുന്നള്ളി വരും. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് സ്വരങ്ങളെക്കുറിച്ച്, ശബ്ദസ്വരങ്ങളെക്കുറിച്ച് പറഞ്ഞത് അപ്പോഴാണ്. വ്യത്യസ്തമായ സ്വരസ്ഥാനങ്ങളിലുള്ള സ്വരങ്ങളെ കൂട്ടിച്ചേർത്തപ്പോൾ ഇമ്പകരമായ സംഗീതം ഉളവായതുപോലെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങുന്ന കുടുംബത്തിൽ അതാത് സ്ഥാനങ്ങൾ സ്വരങ്ങളെ സമന്വയിപ്പിച്ച പോലെ സമന്വയിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പകരമായുള്ള ജീവിതം നമുക്ക് ലഭിക്കും. 3ാമത് ഞാൻ പറയാൻ ശ്രമിച്ച് എ കൂട്ടായ്മയുടെ ഭാഗമായി തീരുക എന്നുള്ളതാണ്. എയുടെ സംരക്ഷണ പരിധിക്കുള്ളിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തു പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. സീതാദേവി ലക്ഷ്മണൻ ആണെന്ന് തോന്നുന്നു വരച്ചു കൊടുത്ത ആ രേഖയിൽ നിന്ന് പുറത്തു പോയതാണ് അപകടം ഉണ്ടായത്. ആ അപകടത്തിന്റെ ദൂഷ്യഫലങ്ങൾ വളരെ ആഘാതമുളവാക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു സംരക്ഷണ പരിധി ലംഘിക്കാതെ, എയുടെ സംരക്ഷണ പരിധി ലംഘിക്കാതെ മുമ്പോട്ട് പോയാൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് പറ്റും. മറ്റൊരു കാര്യം പറയാനായിട്ട് ശ്രമിച്ച കാര്യം അവോയ്ഡ് ദ ഫസ്റ്റ് ഡോസ്. ആദ്യത്തെ അളവ് ഒഴിവാക്കാനായിട്ട് പറഞ്ഞ് അത് ലഹരി വസ്തുക്കളുടെ അളവ് മാത്രമല്ല, അരുതാത്ത യാതൊരു പ്രവൃത്തികളുടെ ആരംഭം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല എന്ന് ഞാൻ തീരുമാനിക്കണം, എൻ്റെ ഭാര്യ തീരുമാനിക്കണം, എൻ്റെ മക്കൾ തീരുമാനിക്കണം. അതുകൊണ്ട് കുടുംബമായി നമ്മൾ കൂട്ടായ്മയുടെ ഭാഗമായി തീരുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് സാധ്യമാകുക. അതുകൊണ്ട് ജീവനും മരണവും നമ്മുടെ കൈവശം തന്നെ ഇരിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടും കിടക്കുന്നു. അവരെ ജീവൻ ലഭിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഒരു ആംബുലൻസിന്റെ ശുശ്രൂഷകരായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധ്യമാണ്. 5ാമത് പറയാൻ ശ്രമിച്ച കാര്യം ഗുണമേന്മയുള്ള ആത്മീയ ജീവിതം വെച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധ്യമാണ്. 3ാം പടിയും 11ാം പടിയും എന്നെ അതിന് സഹായിക്കുന്നുണ്ട്. ആ തരത്തിൽ നമ്മുടെ ജീവിതത്തെ പുനഃക്രമീകരണം ചെയ്ത് മുമ്പോട്ട് പോയാൽ റിലാപ്സിന്റെ പ്രയാസം കൂടാതെ സുബോധത്തോടെ ആനന്ദകരമായി നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ സാധ്യമാകും. എനിക്കൊരു പരിധിവരെയും അതിന് സാധിക്കുന്നുണ്ട്. ആ സാധ്യമായ രീതിയിൽ കൂടി മുമ്പോട്ട് പോകാനായിട്ട് തുടർന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സുബോധ ജീവിതത്തിന്റെ അവസാന നാളുകൾ വരെയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നെ ഇതിനായിട്ട് ക്ഷണിച്ച, എനിക്ക് അവസരം നൽകുന്ന ഷിബു സാറിനോട് മറ്റുള്ളവരുള്ള